നമുക്കിന്ന് മലബാറുകാരുടെ സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാൻ വെക്കാം. അപ്പം ഞാൻ തലേന്ന് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതാ കുതിർന്ന് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വലിയൊരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. ചോറും കൂടെ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കുറേ നമുക്ക് നല്ല ദോശമാവിൻ്റെ രീതിയിൽ അങ്ങനെയൊന്നും വേണ്ട. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ അത് വേണ്ടത്. കൂടുതൽ ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഈ മാവ് ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിക്കൻ കറീൻ്റെയും ബീഫ് കറീൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഞാനും ഇത് ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എപ്പോഴും നമ്മൾ ഒരേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറൻ്റൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു ദിവസമെങ്കിലും രാവിലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകും. കാരണം ഭൂരിയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതേപോലെ, പക്ഷേ ഭൂരി നമുക്ക് അത്ര ഹെൽത്തി അല്ല മൈദമാവും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു ഓപ്ഷനായിട്ട് നമുക്കിത് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മളെപ്പോഴും കഴിക്കുന്ന ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, പൂരി, അതൊന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് കേട്ടോ. മുട്ട ചേർക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മുട്ടേൻ്റെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. നല്ലൊരു കടിയാണ്. അപ്പം ഇത് വേർക്കും ഉണ്ടാക്കി നോക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഒഴിക്കുമ്പം നല്ല ഭൂരി പോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കണ്ണൂരുകാരുടെ അല്ലെങ്കിൽ മലബാറുകാരുടെ സ്വന്തം മുട്ട സുർക്കിയാണ് കേട്ടോ ഇത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചിക്കൻ കറീൻ്റെയും ബീഫ് കറീൻ്റെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു കടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.